സംഘപരിവാറിന് ഒരു അവസരം ഒരുക്കി കൊടുത്തു ഈ അയ്യപ്പ സംഗമത്തിലൂടെ അവർക്ക് ബദൽ സംഗമം നടത്താൻ. അത് രാഷ്ട്രീയമായി അങ്ങനെ ഒരു അവസരം ഒരുക്കി കൊടുത്തു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം. ഞങ്ങൾക്കൊരു ദുരുദ്ദേശമില്ലല്ലോ. ഇതാണ് പ്രതിപക്ഷത്തിൻ്റെതെങ്കിൽ നിങ്ങൾ വരണ്ടേ അവിടെ? നിങ്ങൾ RSSനോടൊപ്പം ചേരുകയല്ലേ ചെയ്തത്? VD സതീശൻ RSSനോടൊപ്പം ചേർന്നില്ലേ? ഇതാണോ ചെയ്യേണ്ടിയിരുന്നത്? ആ അഭിപ്രായം പ്രതിപക്ഷത്തിലുള്ള കോൺഗ്രസിനുണ്ടെങ്കിൽ കോൺഗ്രസ് അവിടെ വരണ്ടേ? ഇനി UDFിലെ എല്ലാ കക്ഷികളും ഇത് അംഗീകരിക്കുന്നുണ്ടെന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? ധാരാളം UDFുകാർ അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും വരും. കേരളത്തിൻ്റെ താല്പര്യമേ ഞങ്ങൾക്കുള്ളൂ. വിശ്വാസികളുടെ വിശ്വാസത്തിനനുസരിച്ച് ജനങ്ങളെ അവർ ആ വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ നടപടികൾ സ്വീകരിക്കുക. ഇതിലൂടെ കേരളം ഒരുപാട് വളർന്ന് വികസിക്കും, അഭിവൃദ്ധിപ്പെടും. ആ അഭിവൃദ്ധിയാണ് നമ്മുടെ പൊതു താല്പര്യം. ഞാനതെല്ലാം നിങ്ങൾ എന്താണോ അല്ല നിങ്ങൾക്ക് എന്താണോ അഭിപ്രായം അത് നിങ്ങൾ വെച്ച് പുലർത്തിക്കൊള്ളൂ. ഞങ്ങളത് വിശ്വാസം അതല്ല. അവിടെ ഞങ്ങൾ ഉദ്ദേശിക്കപ്പെട്ടതുപോലെ തന്നെ ജനങ്ങൾ വന്നിരുന്നു. അതാണ് ഞങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കാര്യങ്ങൾ നടത്തുന്നു. നിങ്ങൾ ആളേ ഇല്ല എന്നാണ്, നിങ്ങളത് വെച്ച് പുലർത്തിക്കോ. നിങ്ങളുമായിട്ട് തർക്കത്തിനൊന്നും ഞങ്ങളില്ല. ഞങ്ങൾക്കിപ്പോൾ ആ വിശ്വാസം ആളെ എണ്ണം നോക്കി തിട്ടപ്പെടുത്തലല്ല. ഇതൊരു മഹാസംഭവം, ലോകശ്രദ്ധ പിടിച്ചു പറ്റിയത്, കേരളത്തിൻ്റെ പേര് ലോകത്തിൻ്റെ മുമ്പിൽ ഉയർന്നു വരുന്നത്, അയ്യപ്പ വിശ്വാസികളുടെ സ്ഥലങ്ങളിലെല്ലാം വരുന്നത്. തിരുപ്പതി പോലെ നമ്മുടെ കേരളവും വളരട്ടെ, നമ്മുടെ നാട് വളരട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ ശബരിമല ക്ഷേത്രത്തിലുള്ള ഭക്തജനങ്ങളുടെ പ്രവാഹമില്ലെങ്കിൽ ഈ കോട്ടയം പത്തനംതിട്ട ജില്ലയുടെയൊക്കെ സ്ഥിതി എന്താകുമായിരുന്നു? എന്താ നമ്മളിതൊന്നും ആലോചിക്കാത്തത്? ആ ഭക്തജനങ്ങളെ കൊണ്ടല്ലേ ആ നാട് ഇന്ന് ഈ നിലയിലെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനെയൊന്നും തകർക്കാൻ പുറപ്പെടരുത്. ഇതിന് തെറ്റായ പ്രവണതകളിൽ നിന്ന് പിൻവലിയണം. അതാണ് ഞങ്ങൾക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതായത് ആ പരിപാടിയിലെ പ്രധാനപ്പെട്ട സാന്നിധ്യമായിരുന്നു വെള്ളപ്പള്ളി നടേശൻ പറഞ്ഞത് ഏറ്റവും നല്ല ഭക്തനാണ് പിണറായി വിജയൻ എന്നാണ്. അത് ആ അഭിപ്രായത്തോട് എന്താണ് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം ആകുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറയുന്നു. അതിന് ഞാനെന്ത് വേണം? പിണറായി വിജയനെ എല്ലാവർക്കും അറിയുന്നതല്ലേ. നിങ്ങൾ നിഗമനത്തിലെത്തൂ. ആരെങ്കിലും ഒന്ന് വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം ഒരു അഭിപ്രായം പറയുന്നു. അത് അദ്ദേഹത്തിൻ്റെ ചിന്തക്കും അദ്ദേഹത്തിൻ്റെ ആലോചനക്കും അനുസരിച്ച് അദ്ദേഹം പറയുന്നു. അതിന് ഞാനിത് വേണം? നിങ്ങൾ പറയാനേ പാടില്ല, വായ മൂടിക്കെട്ടാൻ പറ്റും എനിക്ക്? നിങ്ങളതിന് പിണറായി വിജയൻ ആരാണെന്ന് അറിയുന്നവരല്ലേ കേരള സമൂഹം. അതുകൊണ്ട് ജനങ്ങൾക്കെല്ലാം അറിയാം. പിണറായി വിജയനെയും അറിയാം, എല്ലാവരെയും അറിയാം. അതനുസരിച്ചുള്ള പ്രതികരണമേ ഉണ്ടാകും. ഒരു വിഷയം കൂടി ചോദിച്ചോട്ടെ. ഈ AK സെന്ററുമായി ബന്ധപ്പെട്ടൊരു ഭൂമി തർക്കം നേരത്തെ മുതൽ നിൽക്കുന്ന ഒരു കോടതിയിലുള്ള വിഷയമാണ്. അക്കാര്യത്തിൽ ഇന്ന് പുറത്തു വന്നൊരു വാർത്ത, VSSC ശാസ്ത്രജ്ഞയായിട്ടുള്ള ഇന്ദു ഗോപൻ നൽകിയൊരു കത്ത് പുറത്തു വന്നിട്ടുണ്ട്. അത് കോടിയേരി പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് തന്നെ തർക്കഭൂമിയാണ് എന്ന് അറിയിച്ചിരുന്നു രേഖാമൂലം എന്നുള്ള കത്താണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നേരത്തെ നേതാക്കൾക്ക് അറിയുന്ന കാര്യമായിരുന്നു, ഇത് തർക്കഭൂമിയാണ്. അല്ല, അതെന്താണെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനത് കൂടുതൽ മനസ്സിലാക്കിയാലേ എനിക്ക് പറയാൻ പറ്റും. അത് എല്ലാ ഡോക്യുമെൻറ്റ്സും പരിശോധിച്ച് നിയമപരമായിട്ടുള്ള എല്ലാ സംരക്ഷണവും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് AKG സെൻ്റർ പാർട്ടി ആ ഭൂമി വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ അല്ലാതെ ആരെങ്കിലും ഭൂമി വാങ്ങുമോ? എന്തെങ്കിലും തർക്കമുണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ വാങ്ങുമോ? പാർട്ടി നിയമപരമായ എല്ലാ വശങ്ങളും പരിശോധിച്ച് പ്രമുഖരായിട്ടുള്ള അഭിഭാഷകരുടെയൊക്കെ ഉപദേശം തേടിയിട്ടാണ്, എല്ലാ ഡോക്യുമെൻറ്റ്സും പരിശോധിച്ചിട്ടാണ്, ഉത്തമ വിശ്വാസത്തോടു കൂടിയിട്ടാണ്. ഞങ്ങളൊന്നും ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കില്ല, തെറ്റായ ഒരു നടപടി സ്വീകരിക്കില്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കും. ഞങ്ങളെക്കുറിച്ച് തെറ്റാണെന്ന് ലെവലേശ ചെറിയൊരു അംശമെങ്കിലുണ്ടെങ്കിൽ ഞങ്ങൾ ആ വഴിക്ക് പോകില്ല. പിന്നെ ഇതെല്ലാം വാർത്തയുണ്ടാക്കാൻ നടക്കുന്നവർക്കൊക്കെ ഒരു പൂരമായിരിക്കും. നടത്തട്ടെ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് കോടതി കയറേണ്ടതല്ലോ. അല്ല, എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടെ. നിങ്ങൾ കോടതി കയറാൻ അധികം ഇടിക്കും പോകണോ? നമ്മളൊരു പുതിയ നടത്തിയ മറ്റന്നാൾ കോടതി പോകാൻ പോകില്ലേ? അതാ കോടതി. അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുള്ളതായിട്ടാണോ? അല്ല, എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാത്ത കാര്യം എങ്ങനെ ഞാൻ പറയും?